ഒരു മനുഷ്യൻ്റെ എല്ലാ ആനന്ദവും കെടുത്തുന്ന ഒരു ഒരു സംഭവമാണ്. രോഗമെന്നൊന്നും അല്ല പറയേണ്ടത്, സംഭവം തന്നെയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അത് ബാല്യകാലം മുതലേ അത് പൊതു മനുഷ്യനിലുള്ളതാണ്. കുശുമ്പ്, അസൂയയുടെ അർത്ഥം തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിലുള്ള കണ്ണുകടി, കുശുമ്പ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ കുശുമ്പ് ഈ സഹോദരങ്ങളും അങ്ങനെയുള്ള ഒരു വീടുകളിലൊക്കെയുള്ള പിള്ളേരും കൂട്ടുകൂടി കളിക്കുമ്പോഴൊക്കെ ഈ ചെറിയ കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കുശുമ്പ് കൂത്താന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് പക്ഷേ അതൊന്നും വലിയ ഒരു ഭാവിയിൽ ഒരു ദോഷം ചെയ്യുന്ന ശിശുസഹജമായ ചില ധാരണയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ കുശുമ്പ്. അത് പെട്ടെന്ന് മാറുന്ന സംഭവങ്ങളാണ്. പക്ഷേ നമ്മൾ ഒരു പ്രായപൂർത്തിയായതിനു ശേഷം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് സാമൂഹ്യജീവിയായിട്ട് ഒരു പൗരനായിട്ട് മാറുന്ന കാലത്ത് നമുക്കത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അസൂയ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു മരുന്ന്, അങ്ങനെ അതിന് മരുന്നൊന്നുമില്ല. ചിന്താശേഷി ഉണ്ടെങ്കിൽ ഈ അസൂയ എന്ന് പറയുന്ന സംഭവത്തെ പാടെ നമുക്ക് ഒഴിവാക്കി വിടാം. ചില ഉദാഹരണങ്ങളുണ്ട് ഈ അസൂയയ്ക്ക്, ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ. വലിയ വലിയ അസൂയകളൊക്കെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ചെറിയ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ചില അസൂയകളുണ്ട്. അപ്പോൾ SSLC പരീക്ഷ കഴിഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് 10 A+ഉം നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് 8 A+ഉം ഉണ്ട്. അപ്പോൾ അത് 2 A+ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് വിഷമിക്കാതെ 8 A+ കിട്ടി ആ 2 A+ പോയത് എന്തിനാണ്, അതിനെ കൂടുതൽ മികവോടുകൂടി പഠിച്ചെടുത്ത് അടുത്തതിന് അത് മേടിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം വീട്ടിൽ തന്നെ, അത് കൂടുതൽ ഈ തള്ളന്മാരാണ്, സ്ത്രീകളാണ് കൂടുതൽ അതിനകത്തെ ആൾക്കാർ. പുരുഷന്മാരതിനകത്ത് ഒരു ഭാഗികമായ പങ്കെടുക്കുന്നുള്ളൂ ഈ അസൂയ സംഭവത്തിൽ. അവർക്ക് വലിയ വലിയ അസൂയകളൊക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഈ വീടുകളിൽ നിന്ന് തുടങ്ങുന്ന ഒരു അസൂയയുടെ ഭാവമുണ്ട്. അതാണ് ഈ 10 A+ കിട്ടിയ കൊച്ചിനെക്കുറിച്ച് ഈ 8 A+ പറിച്ച കുട്ടി അവർ ഭയങ്കര കൂട്ടുകാരുമാണ്. അവർ തമ്മിലത് വിഷയമേ അല്ല. ഞാൻ പഠിക്കാനായിട്ടാണ് എനിക്ക് 2 A+ പോയെന്ന് ഇപ്പുറത്തെ കുട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആ 8 A+ കിട്ടിയ കുട്ടിയുടെ അമ്മ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഭാഷ അതിനകത്തുണ്ട്. അപ്പുറത്തെ അവൾക്ക് 10 A+ കിട്ടിയ പിന്നെ നിലത്തും താഴെയൊന്നുമില്ല, എന്തൊക്കെയോ സ്വീകരണമോ ഫ്ലെക്സ് ബോർഡോ, അവളെ ഇപ്പോൾ താഴെ വെക്കാതെ ആൾക്കാർ എടുത്തുകൊണ്ട് നടക്കുക, അങ്ങനെ അല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേരുടെ മനസ്സിലേക്ക് കൂടി ഒരു അസൂയ കുത്തിത്തിരികി കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ അതിന് കിട്ടിയത് പഠിച്ചിട്ടാണ്. നീ 2 വിഷയം നീ ശരിക്കും നോക്കാഞ്ഞിട്ട് നിനക്കത് കിട്ടാഞ്ഞ, അപ്പോൾ നീ അത് മികവോടെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നതിന് പകരം അവളെ നിലത്തും താഴെ നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ വീട്ടിലെ പയ്യന് സൈക്കിളേ ഉള്ളൂ, അവനതേലാണ് കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നതൊക്കെ, അല്ലെങ്കിൽ പാല് മേടിക്കാൻ പോകുന്നത്. അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ബൈക്ക് മേടിച്ചു. ആ ബൈക്ക് മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ പലപ്പോഴും ആ ബൈക്കിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീട്ടിൽ ചില തള്ളമാരുടെ പൊതു സ്വഭാവം വെച്ച് അവർ ഈ പിള്ളേരോട് അവരൊരു കുണ്ടി പൊങ്ങിയ ബൈക്കും മേടിച്ച് തള്ളം കഷ്ടപ്പെട്ട കാശ് കൊണ്ട് മേടിച്ചിട്ട് അതേ കയറി ചുറ്റി കിടക്കുക. ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കണം, മരണം അതേലെങ്കിലും ചെന്ന് കയറിയേക്കരുത് മോനെ എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവൻ്റെ കൂടെ പോകും, എന്നിട്ട് മോൻ ബൈക്ക് ഓടിക്കാനൊക്കെ ഇത് പഠിക്കുക, നമുക്ക് നാളെ മേടിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചുരുക്കമാണ്. അപ്പോൾ ഈ തിരികെ കൊടുക്കുന്ന ഒരു അസൂയയുടെ ഭാഗമുണ്ട്. അതേപോലെ തന്നെ പൊതുസമൂഹത്തിലൊരു അസൂയയുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ഒരാളൊരു മന്ത്രിയായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവാർഡിന് അർഹനായി, ഒരു എഴുത്തുകാരനോ മറ്റേതെങ്കിലും കലാപരമായിട്ടോ ഒരു അർഹനായി, അപ്പോഴയാൾ ആദ്യം എടുത്തിടുന്ന ഇവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം എടുത്തിരുന്ന അയാളുടെ വിദ്യാഭ്യാസ ഇല്ലായ്മയെക്കുറിച്ചായിരിക്കും. അയാൾ ഭയങ്കര മികവ് പുലർത്തുന്നതായിരിക്കും. അയാൾ ഏത് വിഭാഗത്തിലാണോ അയാൾ തൻ്റെ തൊഴിൽ ചെയ്യുന്ന, അല്ലെ താൻ അതിൽ പിന്തുടരുന്നത്, അതിലേറ്റവും മികവ് പുലർത്തുന്ന ആളാണ്. പക്ഷേ ആ മികവിനെ എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിൽ അയാളുടെ വിദ്യാഭ്യാസത്തിൽ എടുത്തിടും. സംസ്കാരമില്ല, അല്ലെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല, അതറിയത്തില്ല, ഇതറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഭീകരമായ അസൂയയാണ്. കാരണം തൻ്റെ വീട്ടിലുള്ളവരും താനും തനിക്ക് വേണ്ടപ്പെട്ടവരുമൊക്കെ ഉന്നത വിദ്യാഭ്യാസം, ബിരുദാനന്ദ ബിരുദമൊക്കെ നേടിയിട്ട് ഇതുപോലെ ആകാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതുന്നതിലുണ്ടാകുന്ന ഒരു അസൂയയാണ്. പക്ഷേ അത് അയാൾ സ്കൂളിൽ പോകുന്ന കാലം മുതലേ അയാൾ അതിൽ സജീവമായി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ് അയാൾ അങ്ങനെ ഒരു നേതാവായതും ഒരു മന്ത്രിയായതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്. വിദ്യാഭ്യാസം കിട്ടിയ അവരുടെ തനിക്കത് താനാണ് ഏറ്റവും മികവുള്ളവൻ എന്ന് കരുതുന്നത്. അങ്ങനെ കുറേ അസൂയകളുണ്ട് മനുഷ്യന്.
അത് ചെറിയ കാര്യമല്ല. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന കലാരംഗത്താണ് ഈ അസൂയുള്ളതെന്നുള്ളത്. അതായത് ഒരു എഴുത്തുകാരനോ ഒരു കവിയോ അല്ലെങ്കിൽ ഒരു അഭിനേതാവോ അല്ലെങ്കിൽ ഒരു നടനോ മറ്റോ അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് കലാരംഗത്തുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആൾ തൻ്റെ അതേ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഉയർന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരസൂയ, അത് അയാളുടെ കഴിവാണ്, അയാളുടെ നിരന്തരമായുള്ള പരിശ്രമം കൊണ്ടാണ് അയാൾ അതിലേക്ക് ചെന്നെത്തു പോകുന്നത്. അതല്ലാതെ വളഞ്ഞ വഴി കൂടെ അല്ല അയാൾ ചെന്നെത്തുന്നത് എന്ന് തിരിച്ചറിയാനുള്ളൊരു ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അന്നേരം അസൂയ ഉടലെടുക്കുക അവിടെ. ആ അസൂയ ഉടലെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചില മനുഷ്യന് അസൂയ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി ഇല്ലാതായാലേ സമാധാനമാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ താഴേക്കുള്ളൊരു പതനം അയാൾ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഭീകരമായ അസൂയകളുണ്ട്. അങ്ങനെ അസൂയുള്ളവരെന്ന് പറഞ്ഞാൽ തനിക്ക് അസൂയുള്ള ആ വ്യക്തിയെക്കുറിച്ച് ആരെവിടെ മോശം പറയുന്നു അവിടെയെല്ലാം അയാൾ കാത് കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ അയാളുടെ ഭാഗം വരെ പറയും, അയാൾ അങ്ങനൊന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും അല്ലെന്നൊക്കെ ഇടയ്ക്ക് കയറി പറയും. എന്നാ കാര്യം? കൂടുതൽ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊരു ദുഷിച്ച അസൂയയാണത്. അങ്ങനെ അപ്പോൾ അതെന്ത് സംഭവിക്കും? ഈ അസൂയ നമുക്കുണ്ടാകുമ്പോൾ അപ്പുറത്ത് ആരോട് അസൂയ ഉണ്ടാകുന്നു ആ വ്യക്തിക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാളുടെ രീതിയിലോ അവരവരുടെ രീതിയിലോ ആരാണേലും അവരുയർന്നു പോവുകയോ അല്ലെങ്കിൽ അവരവരുടെ മേഖല മികവ് പുലർത്തി പോവുകയും ചെയ്യും. പക്ഷേ അസൂയ ഉണ്ടാകുന്ന വ്യക്തി ഉറക്കം നഷ്ടപ്പെടും, ആഹാരം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, എല്ലാ ആനന്ദവും നഷ്ടപ്പെടും. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ വന്നു നിന്നാലും അതിൽ മനസ്സ് തുറന്ന് ആനന്ദിക്കാൻ പറ്റാത്തത് അസൂയ എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. അസൂയ നമ്മളെ ഇല്ലാതാക്കി കളയുന്ന ഒരു സംഭവമാണ്. ഇതിനൊരു മരുന്നുണ്ട്, ഒരേ ഒരു മരുന്ന്, തിരിച്ചറിവ് എന്ന് പറയുന്നതാണ്. ചിന്തിച്ച് തിരിച്ചറിവ് നേടുക. നമ്മളാരാണ്, മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് നമ്മൾ അസൂയപ്പെടുന്നത് എന്ന് മാത്രം ആലോചിച്ച് ഒരു തിരിച്ചറിവ് നേടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ മോചിതരാകും, അസൂയയിൽ നിന്നും. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എന്നെക്കുറിച്ച് അസൂയപരമായി ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം അസൂയപ്പെടാനുള്ള യാതൊന്നും എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇനി അഥവാ അസൂയപ്പെട്ടാലും എനിക്കതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകുന്നില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അസൂയപ്പെടുന്നവർ അവർ തലയൊക്കെ ഇങ്ങനെ എന്താണ് അയാളുടെ ഉയർച്ച അതിലിങ്ങനെ അസ്വസ്ഥരായിട്ട് ആനന്ദം നഷ്ടപ്പെട്ട് രോഗങ്ങൾക്ക് അടിമപ്പെടും. ആഹാരവും ലഹരിയൊന്നും വേണമെന്നില്ല രോഗങ്ങളുണ്ടാകാനായിട്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ചിന്താഗതി, അസൂയയും വെറുപ്പും പകയും ഇങ്ങനെയുള്ള മറ്റുള്ള മനുഷ്യൻ്റെ ഉയർച്ചയിലുള്ള ഇതും അത്യാഗ്രഹവും ഇതെല്ലാം നമ്മുടെ ശരീരത്തെ തളർത്തുന്നതാണ്. അതിൽ നിന്നും നമ്മൾ രോഗബാധിതരാകാം. അല്ലാതെ മായം കലർന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമോ മറ്റേ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല ഒരുത്തൻ രോഗിയാകുന്നത്, ഇങ്ങനെയും രോഗിയാകും. അതിനായിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. തീർച്ചയായും അസൂയ ഇല്ലാതായി ജീവിക്കുക എന്നതാണ് എനിക്ക് ഈ പ്രാവശ്യം പറയാനുള്ളത്.